നമ്മുടെ തീരദേശ യാത്ര ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായി മാറാട് ബലിദാനികളുടെ ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മാറാട് എത്തിയത്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വടകര കുരിയാടി ബീച്ചിൽ വെച്ച് പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ശോഭ സുരേന്ദ്രൻ തീരദേശ യാത്ര ഉദ്ഘാടനം ചെയ്യുകയാണ്. ഉദ്ഘാടനത്തിന് ശേഷവും അടുത്ത 3 ദിവസവുമായിട്ട് കോഴിക്കോട് ജില്ലയിലെ കടലോര പ്രദേശങ്ങൾ മുഴുവൻ സന്ദർശിച്ചുകൊണ്ടാണ് ഈ ജാഥ മുന്നോട്ട് പോകുന്നത്. ആ ജാഥയിൽ തീരദേശ പ്രദേശങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള പദ്ധതികൾ ഉടൻ നടപ്പിലാക്കണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഓരോ ദുരന്തമുണ്ടാകുന്ന സമയത്തും തെരഞ്ഞെടുപ്പെടുക്കുന്ന സമയത്തും കാലാകാലങ്ങളായി കേരളത്തിലെ ഇടതുവലത് മുന്നണികൾ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിട്ടുള്ളത് നിരവധി വാഗ്ദാനങ്ങളാണ്. പക്ഷേ അവരോട് കാണിച്ചിട്ടുള്ളത് കടുത്ത വഞ്ചനയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിന്റെ സൈന്യം എന്ന് വിശേഷിപ്പിച്ച ഈ മത്സ്യത്തൊഴിലാളികൾക്കായി നല്ല കുടിവെള്ള പദ്ധതിയില്ല, വീട് നിർമ്മിക്കാനുള്ള പദ്ധതിയില്ല, അവർക്ക് പട്ടയം ലഭിക്കാനുള്ള അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല. തീരദേശ നിയന്ത്രണ നിയമം 2019 പാസാക്കിയിട്ടുള്ള തീരദേശ നിയന്ത്രണ നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്നത് പോലെ മണ്ണെണ്ണയ്ക്കും ഡീസലിനുമൊക്കെയുള്ള സബ്സിഡിയില്ല. ട്രോളിംഗ് നിരോധന സമയത്ത് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന സൗജന്യ അരിയല്ലാതെ യാതൊരുവിധ സാമ്പത്തിക സഹായവും സംസ്ഥാന സർക്കാർ ചെയ്യുന്നില്ല. ഇങ്ങനെ തീരദേശ മേഖലയിലെ ദുരിതങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ടാണ് ഈ യാത്ര മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും കോഴിക്കോട് ജില്ലയിലെ കടലോര പ്രദേശത്തെ ആബാലവൃദ്ധം ജനങ്ങളും ഈ ജാഥയെ സ്വീകരിക്കാൻ, ഈ ജാഥയെ പിന്തുണക്കാൻ മുന്നോട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.